ഉപയോഗമില്ലാതാകുന്ന നേർച്ചകൾ, ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മളൊക്കെ മനുഷ്യർ തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ മനുഷ്യത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മാനുഷികമായ ബലവും ബലഹീനതകളും ഉണ്ടാകുന്നുണ്ട്. ആ ബലഹീനത പലപ്പോഴും ശക്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന നന്മയുള്ളതും നന്മയല്ലാത്തതുമായ വഴികളുണ്ട്. ദൈവവിശ്വാസം നന്മയുള്ള വഴി തന്നെയാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുക, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പഠിപ്പിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തം നൽകിയ ദൈവത്തിൻ്റെ ശക്തിയിൽ ബലപ്പെടുക, വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യം തന്നെയാണ്. എന്നാൽ ചില ആളുകൾ ചെയ്യുന്നത് അങ്ങനെയല്ല. മറിച്ച് അവർ ചില നേർച്ചകൾ അങ്ങ് നേരും. എന്നാൽ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക അല്ലേ. ഒരു 2 മെഴുകുതിരി, 6 അടി നീളമുള്ള മെഴുകുതിരി അല്ലേ. പിന്നെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഇപ്പം ഒരു എസ്റ്റേറ്റ് 10 കോടി രൂപയുടെ എസ്റ്റേറ്റ് വിൽക്കാനുണ്ടെങ്കിൽ അയാൾ പറയുന്നത്, എന്നെ വിളിച്ചവരുണ്ട്, അച്ഛാ ഞാൻ ദൈവസന്നിധിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്, എൻ്റെ എസ്റ്റേറ്റ് വിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീടിനുള്ള പൈസ തരാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നേർച്ചകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത് ഈ ആവശ്യങ്ങൾ ഏതാണോ അതിനനുസരിച്ചാണ് വലിയ വലിയ നേർച്ചകളിലേക്ക് നമ്മൾ നീങ്ങുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതൊരു കൈക്കൂലിയുടെ രൂപമായി മാത്രം അധപ്പതിക്കുന്നു എന്നുള്ളത് എനിക്കൊരു ചിന്തയുണ്ട്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. എന്നാൽ അതിലുപരിയായി വ്യത്യസ്തമായൊരു കാര്യമാണ് ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പള്ളിയിലേക്ക് പല ഉപകരണങ്ങളും നേർച്ച നേരും. ഇപ്പം നല്ല മാതാവിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴും നമ്മൾ അടുത്ത മാതാവിൻ്റെ ഫോട്ടോ സ്പോൺസർ ചെയ്യും. എന്താ പ്രശ്നം? നിങ്ങൾ ചില പള്ളികളിൽ ചെന്ന് നോക്കിയാൽ അറിയാം, മാതാവിൻ്റെ ഒരു 2-3 പടമെങ്കിലും അവിടെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ എൻ്റെ സമീപത്ത് നിൽക്കുന്ന വൈദികരോട് പറയാറുണ്ട്, ഇത് കന്യാമറിയാം, ഇത് കന്യാമറിയാവിൻ്റെ ചേച്ചി, ഇത് കന്യാമറിയാവിൻ്റെ അനിയത്തി. കാരണം ഈ പടം വരച്ചവൻ്റെ രീതി പോലെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പ്രായ വ്യത്യാസമൊക്കെ തോന്നുമ്പോൾ നമ്മൾ പറയുന്നത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2, വേറെ സാധനങ്ങൾ. ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ മെറ്റൽ ക്രോസുകൾ, വെള്ളിക്കുരിശ് എന്നൊക്കെ പറയുന്ന, സിൽവർ കുരിശ് എന്നൊക്കെ പറയുന്ന കുരിശുകൾ 10-30,000 വിലയുള്ളതാണ്. ഇതാണ് നേർച്ച കൊടുക്കും. പള്ളിയിൽ ഓൾറെഡി തന്നെ 4-5 എണ്ണം ഉണ്ട്, 10-12 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ നേർച്ച, ഞങ്ങൾ നേർച്ച കൊടുത്തു, അതിൻ്റെ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ വേണം ചെയ്തു അല്ലേ. ഫലം ഇതെല്ലാം എടുത്ത് പ്രദർശിപ്പിക്കാൻ ഒരു ദിവസം, ഇതെല്ലാം എടുത്തുകൊണ്ട് പ്രദക്ഷിണത്തിന് പോകുന്നൊരു ദിവസം, എന്തിനാണിതെന്ന് ചോദിച്ചാൽ മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം, നമുക്ക് നേർച്ച കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, മാനുഷികമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നേർച്ച നേർന്നിട്ട് അത് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നടക്കട്ടെ, യാതൊരു സംശയമില്ല. വേദപുസ്തകത്തിൽ നമ്മൾ അതിന് ഉദാഹരണം കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ നേർച്ച എന്തും ആകട്ടെ, നിങ്ങളുടെ മനസ്സിലൊരു സംഖ്യ ഉണ്ടെങ്കിൽ ഇടവകയിലെ വികാരിയച്ചോട് ചോദിക്കുക, അച്ഛാ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു സംഖ്യയുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അച്ഛൻ പറയും നല്ല കാര്യങ്ങൾ, വളരെ നല്ല കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ഇടവകയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്താൽ അത് അനേകർക്ക് ഉപകാരമാകും, സന്തോഷകാരണമാകും. മറ്റേത് ഒരു ബാധ്യതയായി നിലനിൽക്കുക. ഇതിനോട് ചേർന്ന് സഹോദരങ്ങളെ, നമ്മൾക്ക് ചിന്തിക്കുന്നതിനേക്കാളും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. എനിക്കറിയാം, എന്നെ കാണാൻ ഇന്നലെ ഒരു സ്ത്രീ വന്നത് വീടിനൊരു പൂട്ട് മേടിച്ച് തരാമെന്ന്. കടമ്പനാട്ടിലെ കടയിൽ നിന്ന് ഒരു പൂട്ട് 275 രൂപയുടെ ഒരു പൂട്ട് മേടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. എനിക്ക് അതിശയം തോന്നിപ്പോയി. അപ്പം അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ ലോകത്തുണ്ടായിരിക്കുമ്പം ഈ നേർച്ചകൾ ആവശ്യമില്ലാത്തതാക്കി, ദേവാലയത്തിൽ വെക്കാൻ സ്ഥലമില്ലാത്തതാക്കി, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന
പ്രതിസന്ധികൾ വളരെയായി. മറ്റൊരു ഉദാഹരണം കൂടിയാണ്. എവിടെന്നെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് വരുമ്പോൾ ഒരു കുരിശു കൊണ്ടുവരും. അത് കൃത്യമായി ത്രോണോസെ വെച്ചേ പറ്റൂ, അല്ലേ? ഞങ്ങൾ കൊണ്ട് കൊടുത്ത കുരിശാണ് ഇപ്പോൾ പള്ളിയുടെ ത്രോണോസിലിരിക്കുന്നതെന്ന് 4 പേരോട് പറയാൻ വേണ്ടി കൃത്യമായി ത്രോണോസെ വെച്ചേ പറ്റുള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ പരിശുദ്ധ ത്രോണോസിൽ നോക്കൂ, ഇപ്പോൾ എത്ര കുരിശിരിപ്പുണ്ടെന്ന്. എന്തിനാ ഈ കുരിശ് ഇത്രയും ത്രോണോസിൽ? അങ്ങനെ കുരിശ് വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് തെറ്റല്ലേ? നിങ്ങൾ തന്നെ നോക്കുകയുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന നേർച്ചകൾ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, മാനുഷികമായ തലത്തിൽ നമ്മൾക്ക് സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന നേർച്ചകളൊക്കെ നമ്മൾ നേരാറുണ്ട്, വേണ്ടെന്നല്ല. പക്ഷെ നേരുന്ന നേർച്ചകൾ അത് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് വികാരിച്ചോട് ചോദിച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ ഒരു നേർച്ച നേർന്നായിരുന്നു, ഇതിപ്പോൾ പ്രശ്നമില്ല, വേറെ എന്തെങ്കിലും നൽകിയാൽ അച്ഛന് ഇഷ്ടമുള്ള എന്താണെന്ന് പറഞ്ഞാട്ടെ എന്നൊന്ന് വാക്ക് പറഞ്ഞാൽ അച്ഛന് കൊടുക്കണ്ടാന്നേ, പള്ളിക്ക് കൊടുക്കാൻ കഴിയും, അത് ഉപകാരപ്രദമാകും. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് നേർച്ച പറഞ്ഞിട്ട് ഇത് കൊടുത്താൽ ദോഷമാണ്. അങ്ങനെയൊന്നുമില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ നന്ദിയാണ് കരയേറ്റുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ നന്ദി കരയേറ്റുകയാണ്. അതാണ് നേർച്ച കൊടുക്കുക എന്നാണ്. ആ നന്ദി കരയേറ്റുന്നത് ദൈവികതയ്ക്ക് ചേരുന്ന ആയാൽ മാത്രം മതി. വേറൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്പത്തിൻ്റെ വലിപ്പമോ അങ്ങനെയാണെങ്കിൽ ആ 2 വെള്ളിക്കാശിട്ട സ്ത്രീയോട് പ്രീതിപ്പെടത്തില്ല ദൈവം. 2 വെള്ളിക്കാശിട്ട സ്ത്രീയോട് പ്രീതിപ്പെട്ടാൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ വലിപ്പവും ചെറുപ്പമൊന്നും അല്ല, നിങ്ങളുടെ മാനസികമായ നേർച്ച എത്രമാത്രം ശതമാനത്തിൽ നിൽക്കുന്നു എന്നാണ് ദൈവം നോക്കുന്നു. അങ്ങനെ കാണാനിടയാകട്ടെ. മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.